നമുക്ക് ഈ എന്താ പറയുന്നത്, സെമിത്തേരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭയമാണ് എനിക്ക്. അതുവഴിയൊക്കെ പോകുമ്പോഴും അതെ, സങ്കടമാണ്, ഓർമ്മകളുണ്ട്, അതിലുപരി പേടിയാണ് കേട്ടോ. അതുകൊണ്ട് സങ്കടം. പോയിട്ടുണ്ടോ അങ്ങനെ സെമിത്തേരി വഴി കാണാം എവിടെയെങ്കിലും? അതൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അത് തൽക്കാലം നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായി സെമിത്തേരി നിർമ്മാണത്തിൽ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ ഒരു ക്രൈസ്തവ ദേവാലയം. പുതിയ കാലത്തെ സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്നോണം ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലെ വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിലാണ് ഇരുനില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ടാൽ ഒരു പാരിഷ് ഹാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ എന്ന് പുറത്തു നിന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും അകത്തേക്ക് കയറിയാൽ ഇരുനിലകളിലായി 6000 ചതുരശ്ര അടിയിൽ 388 കല്ലറകളാണ് ഒരുക്കിയിരിക്കുന്നത്. 3 കോടി രൂപ ഇടവക ജനങ്ങൾ പിരിവിട്ടെടുത്തതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൂടും മഴയും തുടങ്ങിയ കാലാവസ്ഥ എന്തുതന്നെയായാലും സംസ്കാര ചടങ്ങിൽ എല്ലാവർക്കും ഇരുനിലകളിലായി നിന്നുകൊണ്ട് പങ്കുചേരാനാകും. നിലവിൽ കേരളത്തിൽ വിവിധ പള്ളികളിൽ സെമിത്തേരിയിൽ ഏതാനും സെൽ കല്ലറകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് അതിനുള്ളിൽ കല്ലറകൾ ഒരുക്കുന്നത് ഇതാദ്യമായാണ്. 388ഓളം കല്ലറകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ ദർശനം, മരണത്തിനപ്പുറം ഒരു ജീവിതം കൊണ്ടെന്നുള്ള ക്രൈസ്തവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിമിട്രി ഇവിടെ രൂപീകൃതമായത്. 2008 ഈ ഇടവക രൂപീകൃതമാകുന്നത്. ആ സമയത്ത് ഇവിടെ സിമിത്തേരി ഇല്ല. അതിനുശേഷം ഇവരുടെ അധ്വാനം അതുപോലെ തന്നെ പ്രാർത്ഥനയും വഴിയാണ്, എല്ലാം അനുവാദത്തോടു കൂടിയൊക്കെയാണ് പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് സിമിട്രി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. പഴയകാല തുറന്ന സെമിത്തേരികളുടെ സമീപത്തെ താമസക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ സെമിത്തേരിയിലൂടെ ഇല്ലാതാകും. നാളിതുവരെ വല്ലക്കുന്ന് ഇടവകയ്ക്ക് സ്വന്തമായി സെമിത്തേരി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത പള്ളിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവകാംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. പുതിയ സെമിത്തേരി ഉദ്ഘാടനം ചെയ്തതോടെ അടുത്തിടെ മരണപ്പെട്ട 30 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ എത്തിച്ച് സെല്ലുകളിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഇവ ദ്രവിക്കുന്ന മുറയ്ക്ക് സെല്ലുകളുടെ പിന്നിലെ അസ്ഥിക്കുഴിയിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും പുതിയ ആളുകളെ ആ സെല്ലുകളിൽ സംസ്കരിക്കാനും സാധിക്കും. ജനം, തൃശൂർ.